സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലം വെള്ളാപ്പള്ളി നടേശന് കൊയ്ത്തുകാലമാണ്. എല്ലാ ജാതി മതസ്ഥരും സകല സ്ഥാനാർത്ഥികളും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുമ്പിടണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയാണ്. അങ്ങനെ ആരെങ്കിലും കുമ്പിടാതെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവരെ വിരട്ടും. കാരണം തോൽപ്പിച്ചു കളയും, ഞങ്ങളുടെ സമുദായം ഇത്രയും ആ മണ്ഡലത്തിലുണ്ട് എന്നൊക്കെ അദ്ദേഹം വിരട്ടാറുണ്ട്. അവിടെ കൊണ്ടുപോയി കാഴ്ചക്കൊല സമർപ്പിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് സന്തോഷമാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ ആദ്യമായി വെള്ളാപ്പള്ളി നടേശൻ അപ്രസക്തനാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഒരാളും കണിച്ചുകുളങ്ങരയിൽ പോകേണ്ടതില്ല. ഇനി സ്ഥാനാർത്ഥികൾ പോകേണ്ടതൊക്കെ ശിവഗിരി മഠത്തിലാണ്. ശിവഗിരി മഠത്തിൽ പോയി സ്വാമി സച്ചിദാനന്ദയെ ആണ് കാണേണ്ടത്. ഇതാണ് ഹൈക്കോടതി വിധി കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് സംഭവിച്ചിരിക്കുന്ന പതനം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അപ്രസക്തനാവുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് മാറുന്നത്? അല്ല, പൊതുവെ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സാധാരണ പോയി കുമ്പിടുന്ന ഒരിടമാണ് കണിച്ചുകുളങ്ങര. മറ്റിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NSSൻ്റെ പെരുന്നയിലായിരിക്കും. പെരുന്നയിലെ പോപ്പിനെ കാണുക, അതേപോലെ കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളിയെ കാണുക എന്നൊക്കെ പറയുന്നത് ഇവരുടെ അജണ്ടയിലെ ഒന്നാമത്തെ ഇനമാണ്. അതിന് മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ കോടതി വിധികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോടതി വിധി വന്നതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ആ ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ശിവഗിരി മഠം തീരുമാനിച്ചതായിട്ട് നമുക്ക് മനസ്സിലായി. കാരണം ശിവഗിരി മഠത്തിൻ്റെ പ്രസ്താവന കോൺഗ്രസിനോടും അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമാണ്. പിന്നോക്കക്കാരെ നിങ്ങൾ മത്സരിപ്പിക്കുന്നത് എവിടെ? തോറ്റുപോകുന്നിടത്ത് മാത്രമാണ് നമ്മൾ മത്സരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ 7 പേര് മത്സരിപ്പിക്കുന്നത് തോറ്റുപോകുന്ന ഇടങ്ങളിൽ മാത്രമാണ് എന്നത് ശിവഗിരി മഠം നേരിട്ട് ഈ നമ്മുടെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ കടന്നുകൂടി ആദ്യമായി പറയുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിനും CPM-നോടും പറയുകയാണ്, നിങ്ങൾ തോൽക്കുന്ന സീറ്റുകൾ മാത്രമാണ് ഈഴവർക്ക് തരുന്നത്. ഈ മന്ത്രിസഭയിൽ 10 നായന്മാരാണ് ഉള്ളത്. അതെ, അത്ര വ്യക്തമായി LDF പോലും നായന്മാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് സച്ചിദാനന്ദ പറയുന്നു. അത് നേരത്തെ ഒന്നും ഇങ്ങനെ ഇത്രയും ശക്തമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ തുറന്നോ ശിവഗിരി മഠം സംസാരിച്ചായിട്ട് നമുക്ക് അറിവില്ല. എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നത് കൊണ്ടാണ് വോയിസ് ഇല്ലാതെ പോയത്. ആ വോയിസ് ശിവഗിരി മഠത്തിന് വേണ്ടി തിരിച്ചു കിട്ടിയിരിക്കണമെന്ന് വിചാരിക്കാം. അല്ല, എന്താണ് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അല്ല? അതായത് ഞാനതിൽ എൻ്റെ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വെള്ളാപ്പള്ളി നടേശന്റെ വിധി വരുന്നതിന് മുമ്പാണ് ഗാന്ധി ശ്രീനാരായണ ഗുരു സംഗമം എന്ന പേരിൽ വലിയൊരു പരിപാടി കൊല്ലത്താണ്. ശരി, രാഹുൽ ഗാന്ധി പങ്കെടുത്തൊരു പരിപാടി നടന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ അടി വരുന്നത്. ഈ അടി ഇപ്പം ആരെയൊക്കെ ബാധിക്കുന്നുള്ളത് ഇപ്പം പെട്ടെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ചെന്ന് കണിച്ചുകുളങ്ങര ചെന്ന് തൊഴുത് ആശീർവാദം വാങ്ങി തെരഞ്ഞെടുപ്പിന് പോകും. പക്ഷേ എൻ്റെ രാഷ്ട്രീയ അറിവ് വെച്ച് പറഞ്ഞാൽ, ചരിത്ര അറിവ് വെച്ച് പറഞ്ഞാൽ, എവിടെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പിന്താങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ തോറ്റിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ സുഗതൻ മുതൽ സുധീരൻ വരെ അവർ പിന്താങ്ങിയാൽ തോൽക്കും, എതിർത്താൽ ജയിക്കും. പ്രത്യേകിച്ചും ആലപ്പുഴ മണ്ഡലത്തിൽ. അപ്പം അത് വേറെ സംഗതിയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാതെ വന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അന്ധമായിട്ട് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യും. ഒരു വശത്ത് പിണറായി വിജയനാണ് വേണ്ടത്, പിണറായി വിജയനാണ് ജയിക്കുക, പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുക, നവോത്ഥാന മതിലുണ്ടാക്കുക. ഇപ്പം മതിലെന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ചോദ്യമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നവോത്ഥാന മതിലുണ്ടാക്കുക, നവോത്ഥാന സമിതിയാവുക, ഇങ്ങനെ 100% പിണറായി സപ്പോർട്ടർ എന്ന അർത്ഥത്തിൽ കുറെ കാലമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ മറുവശത്ത് NDAയുടെ ഇവിടുത്തെ പ്രധാന ഘടകകക്ഷിയുടെ നേതാവുമാണ്. ഇത് രണ്ടും കൂടി നമ്മൾ വായിക്കണം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് മൊത്തത്തിലുണ്ട്. അതൊരു സംഗതി. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഇന്ന് സ്ഥാനം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇനി സച്ചിദാനന്ദ സ്വാമി അല്ലെങ്കിൽ ശിവഗിരി മഠം രംഗത്ത് വരുന്നു. ശിവഗിരി മഠം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമാണ് കുറച്ചെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത്. അത് AK ആന്റണി അവിടെ കയറി അടിച്ച് അവിടുത്തെ മറ്റേ സ്വാമിമാരെ അടിച്ച ഒരു ഘട്ടം ശാശ്വതികാനന്ദയുടെ ആ ഒരു കാലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ശിവഗിരി മഠം ഈ പറഞ്ഞതുപോലെ വേഷം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ ഇടപെടൽ അവർ നടത്തിയിട്ടില്ല. കാരണം അവർ അങ്ങനെ ഇടപെടാറുമില്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് കത്ത് കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഞാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഈ പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ച്. ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നും ആന്റണിയും കരുണാകരനും ഉള്ള കാലത്ത് കോൺഗ്രസിൽ ഈഴവർക്ക് പിന്നോക്കക്കാർക്ക് വലിയ പങ്കുണ്ടായിരുന്നുവെന്നും ഇന്ന് ആ പങ്ക് കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ആ നഷ്ടപ്പെടേണ്ട ഭാഗമാണ് LDF മന്ത്രിസഭയിൽ പോലും 10 പേർ നായന്മാരായിരിക്കുന്നതെന്നും നേരത്തെ രാമചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇനി എന്താണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുമ്പിലുള്ള പ്രശ്നം? ഞാൻ കണക്കാക്കുന്നു വെള്ളാപ്പള്ളി നടേശനേക്കാൾ പിണറായി വിജയന്റെ മുമ്പിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് പറയാൻ പോണേ. എന്താ കാര്യം എന്നറിയോ? ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്വോ കമ്മിറ്റി. ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ടർ ബോർഡ് ഇപ്പം ഉണ്ടാക്കാൻ പിണറായി വിജയന് പറ്റില്ല. പിണറായി വിജയൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് അപ്പീലിൽ നിന്ന് സ്റ്റേ കിട്ടുമെന്നാണ്. അപ്പീൽ പോയി സ്റ്റേ കിട്ടുമെന്ന്. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അത് വെള്ളാപ്പള്ളിക്ക് ഗുണകരമായ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ, വെള്ളാപ്പള്ളിക്ക് എതിരായ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പ്രശ്നമുണ്ട്. കാരണം വെള്ളാപ്പള്ളി പറഞ്ഞ ആളുകളെ തന്നെ വീണ്ടും വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ നടക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യരുത് എന്നാണ് സച്ചിദാനന്ദയുടെ മെസ്സേജ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കണേ ഞങ്ങളുടെ അടുത്ത് പോകാൻ, ഞങ്ങൾ പറഞ്ഞുതരാൻ പേരുകൾ, ഞങ്ങൾ പറഞ്ഞു തരുന്ന പേരായിരിക്കണം. അതായത് വെള്ളാപ്പള്ളി കൊടുക്കുന്ന പട്ടിക പിണറായി വിജയൻ സ്വീകരിക്കരുത്. അതാണ് മെസ്സേജ്. അതായത് ഇതിന്റെ ആ സന്ദേശങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ശിവഗിരി മഠം ശക്തമായി ഇടപെടുന്നു. അല്ല, മുമ്പ് ശാശ്വതികാനന്ദ ഇടപെട്ടിരുന്നു. സ്വകാര്യമായി പോയി നേതാക്കളെ കണ്ട ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. സ്വകാര്യ ഇടപെടലല്ല. അതെ, ഇത് സ്വകാര്യ ഇടപെടലല്ല. ശാശ്വതികാന്തിയുടെ അന്ത്യം വന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളത് വാർത്തയുണ്ട്. അങ്ങനെ ഒരു വാർത്ത നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, ഇത് പക്ഷേ സ്വകാര്യമായ ഇടപെടലല്ല, ഇത് പൊതുവായിട്ടുള്ള ഇടപെടുകയാണ് ചെയ്യുന്നത്. അതിനെ അവർ പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ മുന്നിൽ വെച്ച ഒരു പ്രശ്നം ഇതാണ്. കഴിഞ്ഞ നിയമസഭയിൽ എത്ര ഈഴവരാണ് കോൺഗ്രസ്സുകാരായിട്ടുണ്ടായിരുന്നത് ചോദ്യമാണ്. ആ ബാബുവിന്റെ പേര് മാത്രം, ആ ബാബു ആണ് ഇത്തവണ മത്സരിക്കുന്നുമില്ല. അപ്പൊ അതോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷത്തിനോട് അവർ ചോദിക്കുന്നത്, നിങ്ങൾ എത്ര നായന്മാരെയാണ് മന്ത്രിമാരാക്കിയത്? ഇത് വലിയ ക്വസ്റ്റ്യനാണ്. ചെറുതായിട്ട് ഇപ്പോൾ കിടക്കുകയാണെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യത. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ പിയേഴ്സൺ ഈ 10 നായന്മാര് ഈ പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, ഈഴവർക്കൊന്നും വലിയ സ്ഥാനമില്ലായിരുന്നു, ഇത്തരം കാര്യങ്ങളല്ലല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പൊ അയാൾ ഈഴവർക്ക് വേണ്ടി അല്ലല്ലോ നിലകൊണ്ടിരുന്നത്. അല്ല, വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്സ് ഞാൻ എന്നും വെള്ളാപ്പള്ളിയെ അളന്നിരുന്നത് എങ്ങനെയാണെന്ന് അത് വളരെ ക്ലിയറാണ്. CPM തകർന്നാൽ അതിലെ ഇഴവ വോട്ട് ബ്ലോക്കായി NDAയിലേക്ക് കൊണ്ടുപോവുക എന്ന രാഷ്ട്രീയമാണ് വെള്ളാപ്പള്ളി കളിച്ചിരുന്നത്. അത് ഈ NDA എന്ന് പറയുന്ന സാധനം NDAയുമായിട്ട് ബന്ധപ്പെട്ടേ BDJS എന്ന് പറയുന്ന സാധനം രൂപപ്പെടുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അജണ്ട ഉണ്ട്. അപ്പോൾ ഈഴവ വോട്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചത് അതേപോലെ തുടർന്ന് സംഭവിക്കാനും ഇപ്പൊ പിണറായി വിജയനെ ഇങ്ങനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ കാര്യം എന്നറിയും? പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ CPM ഇല്ല എന്ന് ഏതാണ്ട് വരുത്തുന്ന രൂപത്തിലാണ് ആ വെള്ളാപ്പള്ളിയുടെ ബോഡി ലാംഗ്വേജ് നോക്കുള്ളൂ. CPM-നെ എല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി വിജയനെയാണ്. പിണറായി വിജയൻ ഏതെങ്കിലും കാരണവശാൽ മന്ത്രി അല്ലാതാവുകയോ തോൽക്കുകയോ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ ഈഴവ വോട്ട് ബ്ലോക്കായി മകൻ്റെ പാലം വഴി അപ്പുറത്തെത്തിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് വെള്ളാപ്പള്ളിക്കുള്ളത് എന്ന്. അതാണ് നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞത് ഇസ്ലാം വിരുദ്ധം, മലപ്പുറം വിരുദ്ധം, മറ്റേ കാസർഗോഡ് വിരുദ്ധം, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുക. ഈ വർത്തമാനം യഥാർത്ഥത്തിൽ ലീഗിനെതിരെ പറയുക. പക്ഷെ അവിടെ NSS കുറച്ചുകൂടി സ്ട്രാറ്റജിക്കൽ സ്റ്റാൻഡ് എടുത്തു. അവരൊന്നും ലീഗിനെതിരെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം നാളെ ലീഗ് വിദ്യാഭ്യാസ മന്ത്രി വന്നാൽ അവർക്കും ചില കാര്യങ്ങളൊക്കെ വേണം. അവർക്ക് അങ്ങനെ ലീഗിനെ തള്ളി പറയാൻ പറ്റില്ല. കാരണം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് പൊതുവെ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം, അതിനൊരു അതിജീവന സ്വഭാവമാണ്. സർവൈവൽ പൊളിറ്റിക്സ് ആണ് എല്ലാവർക്കും. അല്ല, ആ സർവൈവൽ പൊളിറ്റിക്സില് ചിലപ്പോൾ നമ്മൾ സർവൈവൽ ഇല്ലാതെ പോകും. അങ്ങനെ പോയ ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളെ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈഴവ സമുദായത്തിന് മേൽ ഇനിയിപ്പോൾ അയാൾക്ക് സ്റ്റേ കിട്ടിയാലും തിരിച്ചു വന്നാലും ഈ മഠത്തിനുള്ള സ്ഥാനം വെള്ളാപ്പള്ളിക്കില്ല എന്ന് വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളി പറയുന്ന പോലെ ഒരിക്കലും സച്ചിദാനന്ദ സ്വാമിക്ക് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി പറയുന്ന ഒരു രാഷ്ട്രീയം, ഒരു വെടക്ക് രാഷ്ട്രീയമുണ്ട്, അത് സച്ചിദാനന്ദ സ്വാമിക്ക് പറയാൻ പറ്റില്ല. സച്ചിദാനന്ദ സ്വാമി ഒരു സാമാന്യമായിട്ടുള്ള ബോധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല
പ്രസംഗമാണ്. ഒരു വർഗീയ കലാപത്തിനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പുള്ളിയെ കിട്ടില്ല. അപ്പോൾ ഒരു പരിധിവരെ ശ്രീനാരായണീയൻ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്. വെള്ളാപ്പള്ളി ശ്രീനാരായണീയനെ വേറെ അവർ ദൂരെ എവിടെയോ പോയി, അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈഴവ രാഷ്ട്രീയം കേരളത്തിൽ തിരിച്ചു വരുന്നു, പോസിറ്റീവായി തിരിച്ചു വരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ നവോത്ഥാനത്തിലൊക്കെ തന്നെ ജാതി വളരെ പ്രധാന ഘടകമായിരുന്നു. നമ്മൾ ജാതി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജാതി, ഓരോ ജാതികൾ തന്നെയാണ് നവോത്ഥാനത്തിൽ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജാതി രാഷ്ട്രീയം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞാലും ജാതി രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യയിൽ ജാതി രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല. കാരണം ജാതി എന്നുള്ളത് മാത്രമല്ല, അത് സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ തലത്തിൽ ആ ജാതി ഉണ്ട്, ജാതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുക. കോൺഗ്രസിൻ്റെ 4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ സുധാകരനെ ഞാൻ ഒഴിവാക്കും തൽക്കാലം, 4 പേര് നായന്മാരുണ്ട്. ശശി തരൂർ ഇപ്പോൾ വെട്ടിപ്പോയി. ഒരു സമയത്ത് ചോദ്യമായിരുന്നു ഏത് നായരാണ് മുഖ്യമന്ത്രി, അതാ പറഞ്ഞു. അപ്പൊ കോൺഗ്രസ് അതിപ്പോ നേരത്തെ CPM-ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ നാളെ ഇപ്പൊ നമ്മൾ സുധാകരന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും സുധാകരൻ നിന്ന് ജയിച്ചു വരികയും സുധാകരന് നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം വരികയും ചെയ്താൽ ജാതിയുടെ പരിഗണന ചിലപ്പോൾ സുധാകരന് കിട്ടിക്കൂടായില്ല. വേറൊരു കളിയിൽ ഇപ്പൊ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സുധാകരന്റെ ആരോഗ്യം, സുധാകരന്റെ പ്രാദേശികത്വം ഒക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു R. ശങ്കറിന് ശേഷം ഈഴവ രാഷ്ട്രീയം കുറച്ച് കൊണ്ടുവന്നത് ഗൗരിയമ്മയാണ്, കുറച്ച് അച്യുതാനന്ദൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ, അത് അവരുടെയൊക്കെ നിലനിൽപ്പിന്. പക്ഷെ അതൊക്കെ വളരെ പ്രാദേശികമായിരുന്നു, ആലപ്പുഴ ജില്ല, കൊല്ലം, അങ്ങനെയുള്ളൂ. ഇപ്പം അതല്ല, ഓൾ കേരള ലെവലിൽ ഇത്തരത്തിലുള്ള ഒരു ഈഴവ രാഷ്ട്രീയത്തിലേക്ക്, ഈഴവ രാഷ്ട്രീയ ഇടപെടലിലേക്ക് പിണറായി അതാണ് പ്രശ്നം. പിണറായിയെ ഈഴവനായി ഇവർ കണക്കാക്കിയിട്ടില്ല, സഭ കണക്കാക്കിയിട്ടില്ല, അവർ കണക്കാക്കില്ല. കാരണം വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനായാൽ പിന്നെ അവർ ഈഴവനാണോ മറ്റാണോന്നില്ല. അച്യുതാനന്ദന് പിന്നെ ആ അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു, ഗൗരിയമ്മയ്ക്ക് കിട്ടിയിരുന്നു. പക്ഷെ ആ അഡ്വാൻറ്റേജ് കാരണം അത് രണ്ടുപേരും ആലപ്പുഴക്കാരെ, ആലപ്പുഴ മാത്രമല്ല കണ്ണൂരിന് വ്യത്യാസം, കണ്ണൂരിന്റെ രാഷ്ട്രീയ വ്യത്യാസമുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം വേറെയാണ്. നമ്മള് അതിൻ്റെ അകത്ത് ഈ ജാതിക്ക് കാര്യമായ പ്രസക്തി ഇല്ല. സുധാകരൻ പോലും താൻ ഇഴവനെന്ന് അവകാശപ്പെടില്ല. ഇല്ല, അതാണ് കാര്യം. കണ്ണൂര് വേറെ രാഷ്ട്രീയം. ആലപ്പുഴയിൽ വരുമ്പോൾ ശരിയാണ്, അതിന് ഈഴവ സ്വഭാവമുണ്ട്. ആലപ്പുഴ, കൊല്ലം, ആ പ്രദേശത്തൊക്കെ ഉണ്ട്. അപ്പൊ വീണ്ടും തെക്കൻ കേരളത്തിൽ തിരുവിതാംകൂറിൽ ഒരുപക്ഷെ ഒരു R. ശങ്കറിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ശേഷം ഈ ഈഴവ രാഷ്ട്രീയം വരുന്നതിന് ഒരു പ്രശ്നവും കൂടിയുണ്ട്. അത് ഞാൻ നോക്കുന്നത്, അത് ഈ ഈഴവ വോട്ടാണ് BJPക്ക് വളരാൻ കേരളത്തിൽ ആവശ്യമുള്ള വോട്ട്. ആ വോട്ടില്ലെങ്കിൽ ഈ BJPക്ക് കേരളത്തിൽ മാർക്ക് പിടിക്കില്ല. അപ്പൊ ഈഴവ രാഷ്ട്രീയം കോൺഗ്രസിനെ കൊണ്ടും CPM-നെ കൊണ്ടും, പ്രത്യേകിച്ച് കോൺഗ്രസിനെ കൊണ്ട്, CPM-ന് അങ്ങനെ എളുപ്പമല്ല, എടുപ്പിക്കാൻ കഴിഞ്ഞാൽ അത് BJPക്ക് നഷ്ടം വരുന്ന വോട്ടുമാവും. അല്ല, ഈ കൊല്ലം സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി, അതിൽ ആ ഒരു ആംഗിൾ ഉണ്ട്, ശരിക്കും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആ ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ കൊല്ലം സമ്മേളനവും ഈ വെള്ളാപ്പള്ളിയുടെ വിധിയും കൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിച്ചാൽ ഒരുപക്ഷെ ഇതാണ്. മറ്റേ നേരത്തെ തീരുമാനിച്ചതാണല്ലോ, കൊല്ലം സമ്മേളനം നേരത്തെ തീരുമാനിച്ചു, വെള്ളാപ്പള്ളിയുടെ വിധി ആകസ്മികമായി വന്നതാണെങ്കിലും ഞാനിത് 2 ചേർത്താണ് ശിവഗിരി മഠത്തിന്റെ പ്രസ്താവന. ഇത് 3 ചേർത്ത് വെച്ചാൽ വേറൊരു രാഷ്ട്രീയ മുഖം കേരളത്തിലേക്ക് വരുന്നുവോ എന്ന് സംശയിക്കാവുന്ന രീതിയുണ്ട്. അപ്പോ അവസാനമായിട്ട് പിയേഴ്സണോടൊരു ചോദ്യം. വെള്ളാപ്പള്ളിയെ കാറിലൊക്കെ കയറ്റിക്കൊണ്ടുപോവുകയും എല്ലാവിധ സഹായവും വെള്ളാപ്പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ പിണറായിക്ക്. ഈ വെള്ളാപ്പള്ളിയുടെ പതനം പിണറായിയുടെ പതനത്തിന് ആക്കം കൂട്ടുമോ? അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലേ, എവിടേക്കാണ് വെള്ളാപ്പള്ളിയെ സഹായിച്ചിട്ടുള്ളത് അവിടേക്ക് തോൽവി ഉണ്ടാകുന്നു, എവിടേക്കാണ് എതിർക്കുന്നത് അവിടെ വിജയം ഉണ്ടാകും. ആ ഒരു എന്താണ്, ആ ഒരു ഡെക്യൂട്ടമി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നിലനിൽക്കുമ്പോൾ നമുക്ക് ഇതിനൊരു ഉത്തരം പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പതനം ചിലപ്പോൾ പുള്ളിക്ക് വിജയമായി മാറിയാൽ എന്ത് ചെയ്യും? അല്ല, പക്ഷെ പുള്ളി തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. വെള്ളാപ്പള്ളി തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. തള്ളി പറഞ്ഞിട്ടില്ല. അഞ്ച് മാത്രമല്ല, ആകെ വെള്ളാപ്പള്ളിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്ത ഒരാൾ സതീശൻ മാത്രം. എന്നുവെച്ചാൽ വെള്ളാപ്പള്ളി നേരിട്ട് തെറി പറഞ്ഞ ഒരാൾ സതീശൻ മാത്രം. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരും സുധീരൻ അന്ന് ജയിക്കുന്നത് തന്നെ നമുക്കറിയാം ഈ വെള്ളാപ്പള്ളിയെ ശത്രു സ്ഥാനത്ത് നിർത്തിയിട്ടാണ്. എതിർ സ്ഥാനാർത്ഥി വെള്ളാപ്പള്ളി വരുത്തി സുധീരൻ. അങ്ങനെ ജയിക്കല, അങ്ങനെയാണ് ജയിക്കുന്നത്. അല്ല, അതുകൊണ്ട് എനിക്കതിനകത്ത് വലിയ ഇമ്പാക്റ്റ് ഒന്നും കണക്കാക്കുന്നില്ല ഞാൻ. പക്ഷേ കാറിൽ കയറ്റിക്കൊണ്ടുവരാൻ കൊള്ളാത്ത ഒരാൾ അല്ല വെള്ളാപ്പള്ളി എന്ന് പിണറായി പറഞ്ഞത് സ്വീകരിക്കുന്ന ഒരാളാണ്.
അല്ല അത് വേറെ കാര്യം. അത് വേറെ അല്ല, ആംഗിളാണ്, മനസ്സിലായി. ആ- അത് അങ്ങനെ ഒരാളെ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ പതനം പിണറായിയെ നേരിട്ട് ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. കാരണം ഇത് കൂടെ നടക്കുമ്പോഴാണ് പിണറായിക്ക് കൂടുതൽ പതനം എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, മിനിമം ആലപ്പുഴയിലെങ്കിലും, അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് ഇല്ലാത്ത പ്രാധാന്യം സ്വയം കരുതുകയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് കരുതാം. അത് കണ്ടല്ല, അത് സ്ഥാനാർത്ഥികൾ എന്തിനെ ഇങ്ങനെ ഈ മത അല്ലെങ്കിൽ സമുദായ നേതാക്കളുടെ അടുത്ത് പോകുന്നത് എനിക്കിതുവരെ മനസ്സിലാകാത്തൊരു കാര്യം. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം നമുക്ക് അവസാനം എനിക്ക് തോന്നുന്നത്, സാധാരണഗതിയിൽ ഈ മെത്രാന്മാര് അല്ലേ, മറ്റേ മുസ്ലിം മൊല്ലാക്കമാര്, ഈ കാന്തപുരത്തിനെയൊക്കെ പോലുള്ള ആളുകളുമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞ ദശകങ്ങളിൽ ഈ രാഷ്ട്രീയത്തിൽ മേഞ്ഞു നടന്നു, അവർ നയിക്കുകയും ചെയ്തു. ശിവഗിരി മിണ്ടാതിരുന്നു, പക്ഷെ ശിവഗിരി ഉണർന്നിരിക്കുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യാസം. തീർച്ചയായിട്ടും അതിന് മാറ്റങ്ങൾ ഉണ്ടാവണം. കാരണം ശിവഗിരി മഠത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പം നവോത്ഥാന രാഷ്ട്രീയത്തിൻ്റെ ബോധത്തോടു കൂടിയുള്ളത് തന്നെയാണ്. ശിവഗിരി മഠത്തിൻ്റെ മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ സ്ത്രീ സമത്വത്തെ സംബന്ധിച്ചുള്ള അവരുടെ കൺസെപ്റ്റ് വളരെ ശക്തമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ശബ്ദം ഉയരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മല്ലാക്കമാരുടെ അടുത്ത് മർക്കസിൽ, പിന്നെ അരമനകളിൽ, പെരുന്നയിൽ, ഇവിടേക്ക് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രീയത്തിന് തന്നെ ചിലപ്പോൾ നല്ലതായിരിക്കും. മാത്രവുമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ പൈതൃകം എന്തായാലും ശിവഗിരി മഠത്തിനാണ്, വെള്ളാപ്പള്ളിക്കല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.